മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാന പോലീസ് പിടികൂടിയത് 123 കോടി രൂപയുടെ 150 കിലോ സ്വർണവും ഹവാല പണവുമാണ്. രാജ്യവിരുദ്ധത്തിനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ പണം കേരളത്തിൽ എത്തുന്നു എന്ന മുഖ്യമന്ത്രി ഒരു പ്രമുഖ മാധ്യമത്തിന്റെ അഭിമുഖത്തിലൂടെ വെട്ടിത്തുറന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് കോടികളുടെ സ്വർണവും ഹവാല പണവും പിടികൂടി. അതിന്റെ പ്രതികരണമാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണക്കടത്തും ഹവാല പണവും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടെ പോലീസ് നടത്തിയ പരിശോധനയിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് CPM RSS ബന്ധമെന്ന ആരോപണത്തിന്റെ പിന്നിലെ പ്രധാന പ്രേരക ഘടകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5 വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ സ്വർണവും ഹവാല പണവും പോലീസ് പിടികൂടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിന് RSS നയങ്ങളാണെന്ന ഇടത് MLA ആയിരുന്ന PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളും ഉന്നത RSS നേതാക്കളുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്ന ആരോപണത്തെ എങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM എന്നും RSSനെയും മറ്റ് ഹിന്ദുത്വ ശക്തികളെയും ശക്തമായി എതിർത്തിട്ടുണ്ട്. ഞങ്ങളുടെ സഖാക്കളിൽ പലർക്കും അവർക്കെതിരെ നിലയുറപ്പിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ആർക്കും ഈ കള്ളക്കഥകൾ വിശ്വസിക്കാൻ കഴിയില്ല. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതിന്റെ കാരണങ്ങൾ നാം മനസ്സിലാക്കണം. കേരളത്തിലെ ജനസംഖ്യയുടെ ഗണ്യമായ അനുപാതം ന്യൂനപക്ഷ സമുദായങ്ങളാണ്. ഏറെക്കാലമായി ഈ സമുദായങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിനുള്ള UDF-നൊപ്പമായിരുന്നു. എന്നാൽ അത് മാറി. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ LDF-നെ പിന്തുണയ്ക്കുന്നു. ഇത് തിരഞ്ഞെടുപ്പിൽ തങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് നന്നായി അറിയാവുന്ന UDF ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ RSSനോട് മൃദു സമീപനം പുലർത്തുന്നു എന്ന വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ പ്രചാരണം രാഷ്ട്രീയ നേട്ടം മാത്രമാണ് ലക്ഷ്യമിടുന്നത്. വർഗീയ വിഭജനം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് തീവ്രവാദ ഘടകങ്ങളും ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ സർക്കാർ മുസ്ലിം തീവ്രവാദ ഘടകങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ശക്തികൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാന പോലീസ് പിടികൂടിയത് കോടികളുടെ കിലോ കണക്കിന് സ്വർണവും ഹവാല പണവുമാണ്. രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ പണം കേരളത്തിലെത്തുന്നു. നിങ്ങൾ പരാമർശിക്കുന്ന ആരോപണങ്ങൾ ഞങ്ങളുടെ സർക്കാരിന്റെ അത്തരം നടപടികളോടുള്ള പ്രതികരണമാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ ഇതിനകം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ സമാനമായ സ്വർണ്ണക്കടത്തിന്റെ കണക്കുകൾ അവതരിപ്പിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുകാരാണോ അൻവറിന് പിന്നീടെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് നിഷേധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നുമില്ല.